Welcome everyone, welcome to Shadow Broadcasting Free Path IAS program. So last class I think we discussed about digits. അല്ലേ, നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ഒക്കെ പറഞ്ഞു, ആൻഡ് നൗ എക്സ്പാൻഷൻ പറഞ്ഞു, ദെൻ ഡിജിറ്റ്സിലേക്ക് വന്നു, ദെൻ നമ്പേഴ്സ്. അതായത് ഇപ്പം ഞാൻ 1ഉം 9ഉം എടുത്തു കഴിഞ്ഞാൽ 1 to 9 എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 9 നമുക്കറിയാം, ദേ ആർ 1 digit നമ്പേഴ്സ് അല്ലേ, അവർ 1 digit നമ്പേഴ്സ് ആണ്. സോ 1 to 9 എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ആർ ദെയർ അല്ലേ. 1 to 9 നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ അടുത്ത 2 digit നമ്പേഴ്സിലേക്ക് വന്നു. 10 to 99 എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ്. ദെൻ 100 to 999 3 digit numbers, 900 numbers are there. Then 1000 to 9999 എത്ര നമ്പേഴ്സ്? 9000 നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ജസ്റ്റ് നമ്പേഴ്സിൻ്റെ എണ്ണമാണ് അല്ലേ, എത്ര നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഡിജിറ്റ്സിലേക്ക്. സോ 1 to 9 എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 to 9 എത്ര ഡിജിറ്റ്സ്? 1 തൊട്ട് 9 വരെ നമുക്കറിയാം എത്ര ഡിജിറ്റ്സ് ഉള്ളത്. 9 ഡിജിറ്റ്സേ ഉള്ളൂ, കാരണം എല്ലാം 1 digit നമ്പേഴ്സ് ആണ്. 9 നമ്പേഴ്സ് ഉണ്ട്, 1 digit ആണെന്നറിയാം. സോ 1 into 9 ചെയ്താൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കിട്ടും. ഇനി അടുത്തത് 10 to 99 എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. 10 to 99 എല്ലാം 2 digit നമ്പേഴ്സ് ആണ്, അതായത് ഒരു നമ്പർ എടുത്താൽ 2 ഡിജിറ്റ് ഉണ്ട് അതിന്. സോ 10 to 99 90 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? നമ്പേഴ്സിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 10 തൊട്ട് 15 വരെ എനിക്ക് ഡിജിറ്റ്സ് എത്ര ഉണ്ടെന്ന് അറിയണം. 10 തൊട്ട് 15 വരെ, 10 തൊട്ട് 15 വരെ നമ്പർ എഴുതാം. 10, 11, 12, 13, 14, 15. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 2, എല്ലായിടത്തും 2 ഡിജിറ്റ്സ്. സോ 6 നമ്പേഴ്സ് ഉണ്ടല്ലേ. 6 നമ്പേഴ്സ്, ഓരോ നമ്പേഴ്സിനും 2 ഡിജിറ്റ്. സോ ടോട്ടൽ 6 into 2 12 ഡിജിറ്റ്സ് ആർ ദെയർ അല്ലേ. 10 to 15 എനിക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 12 ഡിജിറ്റ്സ്, കാരണം 6 നമ്പർ ഉണ്ട്, ഒരു നമ്പറിന് 2 ഡിജിറ്റ്. സോ 6 into 2 12 ഡിജിറ്റ്സ്. പക്ഷേ ഇവിടെ നമുക്ക് 10 തൊട്ട് 90 വരെയാണ്. 10 തൊട്ട് 90 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. 10 തൊട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാം. 90 നമ്പേഴ്സ് ഉണ്ട്, 90. എല്ലാം 2 ഡിജിറ്റ് അല്ലേ. സോ എന്ത് ചെയ്യുക? 90 into 2 which is equal to 180 ഡിജിറ്റ്സ്. എത്ര ഡിജിറ്റ്സ്? 180 ഡിജിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് 3 ഡിജിറ്റിലേക്ക് പോകാം. 100 to 999 100 to 999 എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 to 999 100 to 999 900 നമ്പേഴ്സ് ഉണ്ട്. എല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ, എല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ്. സോ 900 into 3 900 നമ്പേഴ്സ് ഉണ്ടെന്നറിയാം. ഒരു നമ്പറിൽ 3 ഡിജിറ്റ്സ്. ഒരു നമ്പറിൽ 3 ഡിജിറ്റ്സ് ആണെങ്കിൽ 900 നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാകും? 900 into 3 which is 2700 ഡിജിറ്റ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 4 ഡിജിറ്റ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായി, കാരണം 4 ഡിജിറ്റ് 1000 to 9999 അല്ലേ. 1000 to 9999 എത്ര നമ്പേഴ്സ്? 9000 നമ്പേഴ്സ്. ഒരു ഡിജിറ്റിൽ ഒരു നമ്പറിൽ 4 ഡിജിറ്റ്. സോ 9000 നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും? 9000 into 4 which is 36,000 ഡിജിറ്റ്സ് ആർ ദെയർ. സോ ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്താൽ എത്ര ഡിജിറ്റ് കിട്ടും? 36,000 ഡിജിറ്റ്സ് ആർ ദെയർ. സോ 1 to 9 നമ്പേഴ്സ് 9 ഡിജിറ്റ്സ്, എല്ലാം 1 ഡിജിറ്റ് ആണ്. 10 to 99 90 നമ്പേഴ്സ് ഉണ്ട്, എല്ലാം 2 ഡിജിറ്റ് ആണ്. സോ 90 into 2 180 ഡിജിറ്റ്സ്. ഇനി 3 ഡിജിറ്റിലേക്ക് പോകാം. 100 to 999 എല്ലാം 3 ഡിജിറ്റ് ആണ്. എത്ര നമ്പേഴ്സ്? 900 നമ്പേഴ്സ്, ഒരു നമ്പറിൽ 3 ഡിജിറ്റ്സ്. അപ്പോൾ 900 നമ്പറിലോ 900 into 3 2700.
4 ഡിജിറ്റിലേക്ക് പോയാൽ 1000 to 9999. ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 9000 ഡിജിറ്റ് ഉണ്ട്. എത്ര? ഒരു നമ്പറിൽ 4 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? ഒരു നമ്പറിൽ 4 ഡിജിറ്റ്സ്, ടോട്ടൽ 9000 നമ്പേഴ്സ്. സോ 9000 into 4, 36,000 ഡിജിറ്റ്സ് ആർ ദെയർ. എത്ര? 4 ഡിജിറ്റ് നമ്പേഴ്സിൽ 36,000 ഡിജിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു? 1ൽ നിന്ന് 9 വരെ, 10ൽ നിന്ന് 99 വരെ, 100ൽ നിന്ന് 999 വരെ, 1000ൽ നിന്ന് 9999 വരെ. ഇനി ഇതിനെ എല്ലാം ഞാൻ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യിക്കാം. ഓക്കെ, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 തൊട്ട് 9 വരെ എത്ര ഡിജിറ്റ്സ്? 9 ഡിജിറ്റ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, 1 തൊട്ട് 99 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ 1 തൊട്ട് 99 വരെ എളുപ്പമല്ലേ? കാരണം 10 തൊട്ട് 99 വരെ 180 ഡിജിറ്റ്, 1 തൊട്ട് 9 വരെ 9 ഡിജിറ്റ്സ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 189 ഡിജിറ്റ്സ് കിട്ടും. എത്ര കിട്ടും? 189. ഇനി അടുത്തതാണ് 1 തൊട്ട് 999 വരെ എത്ര ഉണ്ട്? 1 തൊട്ട് 999 വരെ ഇറ്റ് ഈസ് 2889 ഡിജിറ്റ്സ്. ഇത് മസ്റ്റായിട്ടും ഈ ഡിജിറ്റ്സ്, ഈ നമ്പേഴ്സ് മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ബൈ ഹാർട്ട് ചെയ്യുക തന്നെ. കാരണം പരീക്ഷയ്ക്ക് പോലും നമുക്ക് കൂട്ടേണ്ട ടൈം നമുക്ക് ഇല്ല. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. ആക്ച്വലി നമുക്ക് എന്തില്ല, ടൈം കളയാനില്ല അവിടെ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് ഇതുപോലെ തന്നെ പഠിച്ചങ്ങ് വെക്കുക. 1 തൊട്ട് 9 വരെ 9 ഡിജിറ്റ്സ്, 1 തൊട്ട് 100, 1 തൊട്ട് 99 വരെ 189 ഡിജിറ്റ്സ്, 1 തൊട്ട് 999 വരെ 2889 ഡിജിറ്റ്സ്. ഇനി 1 തൊട്ട് എത്ര ഡിജിറ്റ്സ് വരും? 38,889 ഡിജിറ്റ്സ് വരും. 38,889 ഡിജിറ്റ്സ് വരും. ഈ വാല്യൂസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യും. വാല്യൂസ് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസിലും ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. യെസ്, സോ ദീസ് ആർ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ്. 1 ഡിജിറ്റ് നമ്പേഴ്സിൽ 9, 1 to 99 189, 1 to 999 2889 ഡിജിറ്റ്സ്, ആൻഡ് 1 to 9999 38,889 ഡിജിറ്റ്സ് ആർ ദെയർ. ഓക്കെ, ഇത്രയും ഡിജിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇനിയിപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ? ഞാൻ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാത്തിൻ്റെയും കൂടെ ഒന്നങ്ങ് ചേർത്താൽ മതി. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 9 ആണ് അല്ലേ? 1 തൊട്ട് 9 വരെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് 10 ആവും. ഒന്ന് കൂട്ടുക, 9 + 1 10. ഇനി 0 to 99 വരെ ആണെങ്കിൽ അത് 190 ആകും. 0 to 999 വരെ ആണെങ്കിൽ അത് 2890 ആകും. 2890. ഇനി അത് 1 to 9999 ആണെങ്കിൽ ഇവിടെ എന്താകും? 28890 ആകും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഒന്നുകൂടെ കൂട്ടുക, തൊട്ടടുത്ത നമ്പർ എടുക്കുക. ഇപ്പോൾ 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് എന്ത്? ദിസ് ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ്. നൗ നമുക്ക് ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്, അതിലേക്ക് പോകാം. ഓക്കെ, അതായത് 1 തൊട്ട് 100 വരെ ഞാൻ എടുക്കുന്നു. 1 തൊട്ട് 100 വരെ എത്ര 0 ഉണ്ട്? 1 തൊട്ട് 100 വരെ എത്ര 0? നമുക്ക് 0 ഉള്ള നമ്പേഴ്സ് എടുക്കാം. 1 തൊട്ട് 10ൽ 0 ഉണ്ട്, 20ൽ 0 ഉണ്ട്, 30ൽ 0 ഉണ്ട്, 40, 50, 60, 70, 80, 90 and 100. എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 2 എണ്ണം. ടോട്ടൽ 11 സീറോസ് ആർ ദെയർ. സോ 1 തൊട്ട് 100 വരെ എത്ര സീറോസ് ഉണ്ട്? 1 തൊട്ട് 100 വരെ എത്ര സീറോസ് ഉണ്ട്? ദാറ്റ് ഈസ് നമ്പർ ഓഫ് സീറോസ്. നമ്പർ ഓഫ് സീറോസ് എത്ര ഉണ്ട്? 11. ഇനി 1 തൊട്ട് 100 വരെ എത്ര ഒന്നുണ്ടെന്ന് നോക്കണം അല്ലേ? നമ്പർ ഓഫ് വൺസ്. 1 തൊട്ട് 100 വരെ ഏതൊക്കെയാണ്? 1ൽ 1 ഉണ്ട്, 10ലുണ്ട്, 11,
12, 13, 14, 15, 16, 17, 18, 19, 21, 31, 41, 51, 61, 71, 81, 91, 100. 1 തൊട്ട് 100 വരെ എത്ര ഒന്നുണ്ടെന്ന് നോക്കണം. സോ നോക്കിയേ, 1, 2, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പം 4 ആയി. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. എത്ര വൺസ് ഉണ്ട്? 21 വൺസ് ഉണ്ട്. ഹൗ മെനി വൺസ്? 21 വൺസ് ആർ ദെയർ. എത്രയാണ്? 21. ഇനി നമ്പർ ഓഫ് ടൂസ്, നമ്പർ ഓഫ് ത്രീസ്, നമ്പർ ഓഫ് ഫോർസ്. അത് യു ക്യാൻ സീ ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ. നമ്പർ ഓഫ് ടൂസ് എത്ര ഉണ്ട്? 20. നമ്പർ ഓഫ് ത്രീസ് എത്ര ഉണ്ട്? 20. ബാക്കി വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് എല്ലാം 20 ആയിരിക്കും. ഓക്കെ, സോ 1 തൊട്ട് 100 വരെ എത്ര സീറോസ്? 11 സീറോസ്. എത്ര വൺസ്? 21 വൺസ്. 2, 3, 4, 5, 6, 7 അതൊക്കെ എത്രയായിരിക്കും? 20 എണ്ണം. സെയിം ആണ് 1 തൊട്ട് 1000 വരെ. 1 തൊട്ട് 1000 വരെ എത്ര സീറോസ് ഉണ്ട്? 192 സീറോസ് ആർ ദെയർ. എത്ര സീറോസ്? 192. 1 തൊട്ട് 1000 വരെ എത്ര വൺസ് ഉണ്ട്? 301. 301 വൺസ് ഉണ്ട്. എത്രയാണ്? 30 വൺസ്. ബാക്കി എല്ലാ ഡിജിറ്റും 300 ആയിരിക്കും. ഓക്കെ, 1 തൊട്ട് 1000 വരെ ബാക്കി വരുന്നതെല്ലാം എന്തായിരിക്കും? 300 ആയിരിക്കും ഡിജിറ്റ്സ്. അതായത് ഇപ്പോൾ 2 ആയാലും 3, 4 എക്സെട്ര എല്ലാം എന്തായിരിക്കും? 300 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, ഹൗ മെനി 6 ആർ ദെയർ ഫ്രം 1 to 100? 1 തൊട്ട് 100 വരെ എത്ര 6 ഉണ്ട്? അല്ലെങ്കിൽ 1 to 90 എത്ര 6 ഉണ്ട്? 1 തൊട്ട് 90 വരെ എത്ര 6 ഉണ്ടെന്ന് ചോദിക്കും. നമുക്കറിയാം 1 തൊട്ട് 100 വരെ എത്ര 6 ഉണ്ട്? 20 6 ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് 1 തൊട്ട് 90 വരെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90 തൊട്ട് 100 വരെ എത്ര 6 ഉണ്ടെന്ന് നോക്കുക. 90 തൊട്ട് 100 വരെ എത്ര 6 ഉണ്ട്? ഒറ്റ 6 ഉള്ളൂ, 96. ഇതെന്ത് ചെയ്യുക? ഇതങ്ങ് കുറയ്ക്കുക. കാരണം നമുക്ക് 1 തൊട്ട് 90 വരെ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 20-ൽ നിന്നങ്ങ് 1 അങ്ങ് കുറയ്ക്കുക. നമുക്ക് എത്ര കിട്ടും? 19 6 കിട്ടും. ഓക്കെ, സോ 1 തൊട്ട് 90 വരെ എത്ര 6 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ എഴുതണോ? 6, 16, 26, 36 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം നമുക്കറിയാം 1 തൊട്ട് 100 വരെ 20 6 ഉണ്ടെന്ന് അറിയാം. അതിനുശേഷം നോക്കുവാണെങ്കിൽ 90 തൊട്ട് 100 വരെ എത്ര 6 ഉണ്ട്? ഒരു 6 ഉണ്ട്. അതങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ 1 തൊട്ട് 90 വരെ എത്ര 6 ഉണ്ടെന്ന് കിട്ടും? 1 to 90, 19 6 ഉണ്ടെന്ന് നമുക്ക് കിട്ടും. എത്ര 6 കിട്ടും? 19 6 ഉണ്ടെന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് 1 to 1000 ആയിരിക്കും, അല്ലെങ്കിൽ 1 to any നമ്പർ ആയിരിക്കും. 1 to any നമ്പർ. സോ ശ്രദ്ധിക്കണം, 1 to 100 എത്ര 5 ഉണ്ട്? എത്ര 5 ഉണ്ട്? 25. എത്ര 5s ഉണ്ട്? 20. അടുത്തത് 100 to 200 വരെയും എത്ര 5 ഉള്ളൂ? 20. 200 to 300 വരെയും എത്ര 5 ഉള്ളൂ? 20. 300 to 400 വരെ എത്ര 5 ഉള്ളൂ? 20. പക്ഷേ 400 to 500 ആകുമ്പോൾ ഈ 500-ൽ എക്സ്ട്രാ ഒരു 5 വരും. അപ്പോൾ അത് എത്രയാകും? 21. ഇനി അടുത്തത് 500 to 600 എടുക്കുമ്പോൾ എത്ര 5 വരും? വീണ്ടും അവിടെ ഒരു 500 ഉണ്ടല്ലേ. അപ്പോൾ അത് എക്സ്ട്രാ ഒന്നുകൂടെ വരും, 21. ബാക്കി എല്ലാ കേസിലും 20 വെച്ച് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വാല്യൂസ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിജിറ്റ്സിലുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡു ന്യൂമറിക്കൽസ്. നമുക്ക് ഡിജിറ്റ്സിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.